എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഞാൻ സലിം ഷാ. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. അപ്പം മുൻപ് നമ്മുടെ PSC പരീക്ഷകൾക്കെല്ലാം കൊടുത്തിരുന്ന സിലബസ് സാമൂഹ്യ മത പരിഷ്കർത്താക്കൾ അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് എങ്കിൽ ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഈ കഴിഞ്ഞ 2-3 പരീക്ഷകളായിട്ട് തന്നിട്ടുള്ള സിലബസ് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നും അവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അനായാസേന നമുക്ക് ബബിൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നൊരു പ്രത്യേക ടോപ്പിക്കാണ് നാം ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒട്ടുമിക്ക സംഭവങ്ങളും നമ്മൾ പരിഷ്കർത്താക്കളോടൊപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന സംഘടന ആരംഭിച്ചു, അതേ വർഷം ആരംഭിച്ചു, അവർക്ക് മാസിക ഉണ്ടെങ്കിൽ അത്, അങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്ന വസ്തുതകളാണ്. പിന്നെ കുറച്ച് പ്രശ്നം വരാൻ സാധ്യത, നമ്മൾ അത്ര ഡീപ്പായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ നമ്മളധികം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാം റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ കടന്നു വരൂ. സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. സമത്വ സമാജം എല്ലാവർക്കും അറിയാം. വർഷം 1836 അല്ലേ? 1836 സമത്വ സമാജം ആരംഭിക്കുന്നു. ഓക്കെ ആണല്ലോ? സമത്വ സമാജം 1836. സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണെന്നറിയാം. എന്നാൽ സമത്വ സമാജത്തിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ശുചീന്ദ്രമാണ്, നാഗർകോവിൽ സൈഡിൽ. ഓക്കെ. ഈ സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനം സമത്വ സമാജം. വർഷം 1836. സ്ഥാപകൻ അയ്യാ വൈകുണ്ഠ സ്വാമികൾ. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ സ്ഥാപിക്കപ്പെട്ട സംഘടന. ഈ വരി എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചു വെച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം. അപ്പോൾ ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ സ്ഥാപിക്കപ്പെട്ട സംഘടന. എന്നിട്ട് 4 സംഘടന ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ സംഘടനകളും ജാതി ചിന്തയ്ക്കെതിരാണല്ലോ. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇതിന് സമത്വ സമാജത്തെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സാമുദായിക സംഘടനയാണ്, സാമൂഹിക സംഘടന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ജാതി ചിന്ത നിലനിന്ന അത്രയും കാലത്ത് അല്ലേ 1836 കാലഘട്ടം. അപ്പോൾ ഇന്നത്തെ കാലത്തേക്കാൾ പിന്നീട് ഉണ്ടായിട്ടുള്ള SNDP NSS ഒക്കെ നിലവിൽ വരുന്നതിനൊക്കെ മുമ്പ് 1836 കാലഘട്ടത്തിൽ അത്രയും ജാതി വ്യവസ്ഥ കർക്കശമായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാൻ സ്ഥാപിക്കപ്പെട്ട സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തിനൊക്കെ അവർ നിലകൊണ്ടു? അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവശതയ്ക്കും രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും എതിരെ നിലകൊണ്ടു. അവർണരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അവരുടെ അവശതയ്ക്ക് പോരായ്മ ഉണ്ടാവണം, രാജഭരണത്തിൻ്റെ പോരായ്മ ഉണ്ടാവണം. ആ പോരായ്മയ്ക്കും എതിരെ നിലകൊണ്ടു. പോരായ്മ വേണമെന്നല്ല, പോരായ്മയ്ക്ക് എതിരെ നിലകൊണ്ടു. അപ്പോൾ എന്തൊക്കെയാണ്? അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവശതയ്ക്കും രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും എതിരെ. അപ്പോൾ അത് രണ്ടുമാണ് ചേർത്ത് വരേണ്ടത്. അവശതയ്ക്കും രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും, അവശതയ്ക്കും എതിരെ നിലകൊണ്ട സംഘടന. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനമാണ്. ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാൻ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവശതയ്ക്കും രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും എതിരെ. അവശതയ്ക്കും എതിരെ, രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും എതിരെ. ആ വാചകത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും അവർണരുടെ അവശതയ്ക്കും എതിരെ നിലകൊണ്ട പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് ഓർത്തു വച്ചേക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ 1836 വൈകുണ്ഠ സ്വാമികളാണ് എന്ന വസ്തുത ഓർത്തിരിക്കുക.
ഈ സമത്വ സമാജം എന്ന സംഘടന പ്രധാനമായും നാടാർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ പിന്നാക്കാവസ്ഥയിൽ കിടന്നിരുന്ന ഹൈന്ദവ നാടാർ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തൊഴിൽ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ആ തൊഴിൽ കൂട്ടായ്മകളെയാണ് എന്ത് വിളിച്ചത്? തൂവയൽ പന്തി കൂട്ടായ്മ. തൂവയൽ പന്തി കൂട്ടായ്മ. അപ്പൊ എന്താ തൂവയൽ കൂട്ടായ്മ അല്ലെങ്കിൽ തൂവയൽ പന്തി കൂട്ടായ്മ? സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട തൊഴിൽ കൂട്ടായ്മകളാണ് നമ്മൾ ഇന്ന് കുടുംബശ്രീ യൂണിറ്റിൽ കണ്ടിട്ടില്ലേ? ബേസ് ഇതാണ്. ഈ തൂവയൽ പന്തി കൂട്ടായ്മയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ കുടുംബശ്രീ ഐഡിയ ഒക്കെ ഉണ്ടാവുന്നത്. ഒരു കൂട്ടം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഒരു യൂണിറ്റ് ആക്കുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നാടാർ കുടുംബങ്ങളെ സാമൂഹികമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരിക, ഇതാ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു? ഈ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന തൊഴിൽ കൂട്ടായ്മയിലൂടെ എന്തൊക്കെ ചെയ്തു? സൂക്ഷ്മ ധനസഹായ യൂണിറ്റുകൾ ആരംഭിച്ചു, രൂപീകരിച്ചു. സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന തൊഴിൽ സംഘങ്ങൾ രൂപീകരിച്ചു. ആ തൊഴിൽ സംഘങ്ങൾ എന്ത് ചെയ്തു? സൂക്ഷ്മ ധനസഹായ യൂണിറ്റുകൾ അവർക്ക് രൂപീകരിച്ചു കൊടുത്തു. എന്താ സൂക്ഷ്മ ധനസഹായ യൂണിറ്റ്? നമ്മൾ ഇന്നറിയാമല്ലോ, മൈക്രോ ഫിനാൻസ്. നമ്മൾ ഇഷ്ടംപോലെ മൈക്രോ ഫിനാൻസ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ ലോൺ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അത്തരത്തിലുള്ള അപ്പോൾ സാമ്പത്തികമായി അപ്പോൾ ഒരു തൊഴിൽ കൂട്ടായ്മ രൂപീകരിക്കുന്നു. കുറേ കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് അവർക്ക് ധനസഹായം കൊടുക്കുന്നു. പിന്നെന്താണ്? ആ സൂക്ഷ്മ ധനസഹായ യൂണിറ്റുകൾ രൂപീകരിച്ചതുകൊണ്ട്, അങ്ങനെ മൈക്രോ ഫിനാൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഓരോ തൊഴിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഇതിനെ തൊഴിൽ കൂട്ടായ്മ എന്ന് വിളിച്ചത്. അതുപോലെ ഈ സമത്വ സമാജം പതികൾ എന്ന ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. പതികൾ എന്ന ആരാധനാലയങ്ങൾ ആരംഭിച്ചു. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളല്ല എന്ന് ഓർത്തിരിക്കുക. പകരം സ്ഥാപിച്ച എന്താ? ആരാധനാലയമാണ്. ക്ഷേത്രവും ആരാധനാലയവും തമ്മിലുള്ള വ്യത്യാസം ടെമ്പിൾ വർഷിപ്പ് സെൻറ്റേഴ്സ്. ക്ഷേത്രമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു ബിംബമുണ്ടാവും. ആരാധനാലയത്തിൽ അതില്ല. അതാണ് പതികൾ എന്ന ആരാധനാലയങ്ങൾ ആരംഭിച്ചു. ഏതൊക്കെ പതികളാ അദ്ദേഹം ആരംഭിച്ച ആരാധനാലയങ്ങൾ? ഏതൊക്കെയാ ആരാധനാലയങ്ങൾ? അമ്പലപ്പതി, സ്വാമിപ്പതി, താമരക്കുളംപതി, പൂപ്പതി, മുട്ടപ്പതി. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഏതൊക്കെയാ? അമ്പലപ്പതി, സ്വാമിപ്പതി, താമരക്കുളംപതി, പൂപ്പതി, മുട്ടപ്പതി. അമ്പല, സ്വാമി, താമരപ്പൂ പതി, മുട്ടപ്പതി. അമ്പല, സ്വാമി, താമരപ്പൂ, മുട്ടപ്പതി. അതോടൊപ്പം എന്തു ചെയ്തു? നിശാ പാഠശാലകൾ ആരംഭിച്ചു, രാത്രികാല പഠന കേന്ദ്രങ്ങൾ. അതുപോലെ വയോജന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു, മുതിർന്നവരെ പഠിപ്പിക്കാൻ. അപ്പോൾ ഈ സമത്വ സമാജം എന്തൊക്കെ ചെയ്തു? ഒന്ന്, തൊഴിൽ കൂട്ടായ്മ രൂപീകരിച്ചു. ആ തൊഴിൽ കൂട്ടായ്മയുടെ പേരാണ് തൂവയൽ പന്തി കൂട്ടായ്മ. പിന്നെന്ത് ചെയ്തു? സൂക്ഷ്മ ധനസഹായ യൂണിറ്റുകൾ രൂപീകരിച്ചു, മൈക്രോ ഫിനാൻസ് നൽകി. അതിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു, നിശാ പാഠശാലകൾ സ്ഥാപിച്ചു, ആരാധനാലയങ്ങൾ, പതികൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു, വയോജന വിദ്യാഭ്യാസ തുടക്കം കുറിച്ചു. ആ വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ പ്രതിഫലിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ.
ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ, അല്ലെങ്കിൽ അരുൾ അൽ എന്നും ചില അരുൾ അൽ, അരുൾ അൽ എന്ന് കണ്ടാലും ശരിയാണ്, അരുൾ അൽ. അപ്പൊ അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ അല്ലെങ്കിൽ അരുൾ അൽ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കൃതികളുണ്ട്. ഉച്ചിപ്പടിപ്പ്, ഉച്ചിപ്പടിപ്പ്, യുഗപ്പടിപ്പ്, വാഴപ്പടിപ്പ്. ഏതിൻ്റെയാ? ഈ അരുൾനൂലിൻ്റെ ഭാഗമായുള്ള കൃതികളാണ് ഏതൊക്കെ? ഉച്ചിപ്പടിപ്പ്, യുഗപ്പടിപ്പ്, വാഴപ്പടിപ്പ്. അപ്പം അത് നമ്മൾ വൈകുണ്ഠസ്വാമികൾ എന്ന നവോത്ഥാന നായകനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കൂടെ നോക്കുക. ഇവിടെ നമ്മൾ വരുമ്പോൾ സമത്വ സമാജത്തിൻ്റെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു എന്ന് നോക്കുക. ക്ലിയർ ആണല്ലോ? സമത്വ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നിന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ന വസ്തുത ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ സമത്വ സമാജം ആണ്. അപ്പോൾ സമത്വ സമാജം ആരംഭിച്ച വർഷം 1836 സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. ആസ്ഥാനം ശുചീന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനമാണ് എന്നതിൻ്റെ ഉപരി ഇനി നമ്മൾ നോക്കി വെക്കേണ്ട എന്താണ്? ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന ബോധം സൃഷ്ടിക്കാൻ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവശതയ്ക്കും രാജഭരണത്തിൻ്റെ പോരായ്മയ്ക്കും എതിരെ നിലകൊണ്ട പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്താരംഭിച്ചത്? തൂവയൽ പന്തി കൂട്ടായ്മ ആരംഭിച്ചത്. അപ്പോൾ സമത്വ സമാജത്തിൻ്റെ തൊഴിൽ കൂട്ടായ്മ ലേബർ ഗിൽഡുകളാണ് തൂവയൽ കൂട്ടായ്മ. കുടുംബശ്രീ യൂണിറ്റിൻ്റെ മാതൃക മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കൊടുത്തു? ഒരു കൂട്ടം നാടാർ കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു. അവർക്ക് മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ മൈക്രോ ഫിനാൻസ് ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മ ധനസഹായ യൂണിറ്റുകൾ അവർക്ക് ഉണ്ടാക്കുന്നു. അവരെ സഹായിക്കാൻ എന്ത് ചെയ്യുന്നു? തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തൊഴിൽ പഠിക്കുന്നു. തൊഴിൽ നൈപുണ്യം, ഏതെങ്കിലും ഒരു തൊഴിൽ അവർ നിപുണരായി മാറുന്നു. അത് ഉൽപ്പാദനം നടത്തുന്നു, വിറ്റ് കാശുണ്ടാക്കുന്നു, സാമ്പത്തികമായി ഉയർന്നു വരുന്നു. പിന്നെ ബാക്കി എന്താ? അസമത്വങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം നിർമ്മാർജ്ജനം ചെയ്യും. ഇതൊക്കെ പൊതുവെ വരുന്ന സംഭവങ്ങൾ. അതോടൊപ്പം ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. അവയാണ് എന്ത് വിളിച്ചത്? പതികൾ എന്ന് വിളിച്ചത്. അതിൽ പ്രധാനപ്പെട്ട പതികൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അമ്പലപ്പതി, സ്വാമിപ്പതി, താമരക്കുളം പതി, പൂപ്പതി, മുട്ടപ്പതി. ക്ലിയർ ആണല്ലോ? നിശാപാഠശാലകൾ വയോജന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾ നൂൽ. അമ്മാനെ, അരുൾ നൂൽ അല്ലെങ്കിൽ എന്തെഴുതാം? അരുൾ അൽ എഴുതാം. അപ്പോൾ സമത്വ സമാജം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നാടാർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു തവണ ഇതേപോലെ ചോദിച്ചതാ, സമുദായം വെച്ച് ചോദിച്ചതാ. ആരെക്കുറിച്ചാ? ചട്ടമ്പി സ്വാമികൾ പ്രധാനമായും ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? PSC ചോദിച്ച ചോദ്യമല്ലേ? അപ്പോൾ നായർ സമുദായത്തിനാണ് എന്ന് വസ്തുത നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? നാടാർ, ഹിന്ദു നാടാർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചാണ്. അപ്പോൾ ഈ സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക ആദ്യകാലത്തെ വസ്ത്രധാരണ സമരം നടത്തിയത്. മേൽമുണ്ട് സമരങ്ങളെല്ലാം ആദ്യകാലത്ത് നടക്കുന്നത് ഈ സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ്. 1813 മുതലേ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഈ ഇന്ന് പറയപ്പെടുന്ന ഈ തിരുവിതാംകൂർ പ്രദേശത്ത് മേൽമുണ്ട് സമരം നടക്കുന്നു. 1813. 1822 പ്രധാനമായും സമരം നടന്നു. 822 അതിങ്ങനെ തുടർന്ന് 1859 വന്നപ്പോൾ അത് ചാന്നാർ ലഹളയായി മാറി. ചാന്നാർ ലഹള 859 ആയപ്പോൾ അല്ലേ? ഇതെല്ലാം നമ്മൾ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ പ്രക്ഷോഭങ്ങൾ സമരം എന്ന ഭാഗത്ത് ചാന്നാർ ലഹള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മേൽമുണ്ട് സമരം 813 മുതൽ ആരംഭിക്കുന്നു. സമത്വ സമാജം 822 അതിന് വൈകുണ്ഠസ്വാമികളുടെ സ്വാധീനത്താൽ 822 നാടാർ സ്ത്രീകൾ മേൽ വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം നടത്തുന്നത് മേൽമുണ്ട് സമരം. അപ്പോൾ 813 മുതലേ എന്തുണ്ട്? മേൽമുണ്ട് സമരം നടക്കുന്നുണ്ട്. 822 അത് വൈകുണ്ഠസ്വാമികളുടെ സ്വാധീനത്താൽ നാടാർ സ്ത്രീകൾ നടത്തിയ സമരം മേൽമുണ്ട് സമരം. ആ സമരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു 859 വരെയും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അല്ലേ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 859 എന്ന് പറയുന്നത് അദ്ദേഹമാണല്ലോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്ത് ചെയ്തത്? മേൽവസ്ത്രം ധരിക്കാൻ അനുമതി നൽകുന്നത് ഇല്ലേ? അതൊക്കെ നമ്മൾ പ്രക്ഷോഭങ്ങൾ സമരം എന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഉദ്യോഗാർത്ഥികളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ സമത്വ സമാജം എന്ന വസ്തുത ഓർത്തു വെക്കുക.
സാമൂഹ്യ പരിഷ്കർത്താക്കൾ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. SNDP യോഗം. വർഷം 1903 മെയ് 15. SNDP യോഗം നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാം. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം. SNDP യോഗത്തിൻ്റെ സ്ഥാപകനാര്? ഡോക്ടർ പൽപ്പു. നമ്മൾ പഠിച്ചു വച്ചേക്കുന്ന ആരാ? ശ്രീനാരായണ ഗുരു എന്നല്ലേ പഠിച്ചു വച്ചേക്കുന്നത്? അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ ഡോക്ടർ പൽപ്പു നേതൃത്വം കൊടുത്ത് ആരംഭിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. ഓപ്ഷൻ ഡോക്ടർ പൽപ്പു ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഗുരുവിനെ ബബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1903 മെയ് 15 കൊല്ലം ആണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ആണ് സ്ഥാപകനായിട്ട് പറയുന്നത്. ഓക്കെ, അത് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഗുരുവിനെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന വസ്തുതയേ ഉള്ളൂ. കിട്ടില്ല. ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു, വൈസ് പ്രസിഡന്റുമാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യർ. രണ്ടാമത്തെ പ്രസിഡന്റ്. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ പ്രസിഡന്റിനെ പഠിച്ചുകൊണ്ട് പോകുന്നു. SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യർ. മൂന്നാമത്തെ പ്രസിഡന്റ് C കൃഷ്ണൻ. നമുക്ക് മിതവാദി കൃഷ്ണനൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ കൃഷ്ണൻ, C കൃഷ്ണൻ. അപ്പോൾ പ്രസിഡന്റുമാരെല്ലാം ഒന്ന് നോക്കി, പ്രസിഡന്റുമാരെല്ലാം നോക്കുക. ഒന്ന് നോക്കിയേ പ്രസിഡന്റുമാർ. ആജീവനാന്ത പ്രസിഡന്റ്, ലൈഫ് ടൈം പ്രസിഡന്റ് ഓഫ് SNDP യോഗം ശ്രീനാരായണ ഗുരു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യർ. മൂന്നാമത്തെ പ്രസിഡന്റ് C കൃഷ്ണൻ. അപ്പോൾ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു അല്ലേ? ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യർ. മൂന്നാമത്തെ പ്രസിഡന്റ് C കൃഷ്ണൻ. ഇത്രയും കിട്ടിയാ? ക്ലിയർ? അപ്പം ആദ്യത്തെ 3 പ്രസിഡന്റുമാരെ നമ്മളങ്ങ് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. രണ്ടാമത്തെ സെക്രട്ടറി N കുമാരൻ. മൂന്നാമത്തെ സെക്രട്ടറി CV കുഞ്ഞിരാമൻ. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ല അല്ലേ? നമ്മൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഠിച്ചിട്ടുണ്ട്, സെക്രട്ടറിയും പഠിച്ചിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. രണ്ടാമത്തെ സെക്രട്ടറി N കുമാരൻ. മൂന്നാമത്തെ സെക്രട്ടറി CV കുഞ്ഞിരാമൻ. അപ്പോൾ സെക്രട്ടറിമാർ ക്ലിയർ ആണോ? കയ്യിൽ നിന്ന് പോവേ. നമുക്കത് കണ്ണടച്ച് നോക്കാം മക്കളെ. പിള്ളേരെ ഡേയ് എന്തുവാ വെറുതെ കേട്ടോണ്ടിരിക്കല്ലേ? കണ്ണടച്ച് നോക്കാം. SNDP യോഗം നിലവിൽ വന്ന വർഷം 1903 മെയ് 15. ആസ്ഥാനം കൊല്ലം. സ്ഥാപകൻ ഡോക്ടർ പൽപ്പു വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ശ്രീനാരായണ ഗുരു. ആദ്യ പ്രസിഡന്റ് ഗുരു. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യർ. മൂന്നാമത്തെ പ്രസിഡന്റ് C കൃഷ്ണൻ. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. രണ്ടാമത്തെ സെക്രട്ടറി N കുമാരൻ. മൂന്നാമത്തെ സെക്രട്ടറി CV കുഞ്ഞിരാമൻ. എല്ലാം കിട്ടിയൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരി. ഞാൻ എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു സന്തോഷത്തോടെ ഇരി. ഓക്കെ, 1 2 തെറ്റേനും പേടിക്കണ്ട. ഒന്നുകൂടെ നോക്കുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? SNDP യോഗത്തിൻ്റെ ആദ്യ മാസിക നമുക്കറിയാം വിവേകോദയം. പ്രസിദ്ധീകരിച്ച വർഷം 1904. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ മാസിക വിവേകോദയം. അപ്പോൾ ഇപ്പോൾ മാസിക വേണമല്ലോ അല്ലേ? യോഗനാഥം. ആദ്യ എഡിറ്റർ M ഗോവിന്ദൻ. വിവേകോദയം
SNDP യോഗത്തിൻ്റെ ആദ്യത്തെ മാസിക വിവേകോദയം, വർഷം 1904. ഇപ്പോൾ മാസിക, നിലവിലെ മാസിക യോഗനാഥം. ഓക്കെ, വിവേകോദയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, വിവേകോദയം എന്ന മാസികയുടെ വായിക്കുന്നത് എന്താണ്? തീയരുടെ ബൈബിൾ. വിവേകോദയത്തെ വിശേഷിപ്പിക്കുന്ന തീയരുടെ ബൈബിൾ, ബൈബിൾ ഓഫ് തീയാസ്. മിതവാദി അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാ? കൺഫ്യൂഷൻ വന്നാ ഈഴവ ഗസറ്റ്, ബൈബിൾ ഓഫ് തീയാസ്. ഈഴവ ഗസറ്റ്, ഈ രണ്ടെണ്ണം ഏതാക്കെയാണെന്ന് കൺഫേം ചെയ്യും. ബൈബിൾ ഓഫ് തീയാസ്, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏത്? അറിയപ്പെട്ട മാസിക ഏത്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ട മാസിക ഏത്? കൺഫ്യൂഷൻ പാടേണ്ടി വരുമോ? കണ്ടെത്താമോ? ശരി ശരി, നമുക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ. ആദ്യ എഡിറ്റർ M. ഗോവിന്ദൻ. വീണ്ടും കുമാരനാശാൻ പത്രാധിപരായി തീർന്നുണ്ട് കേട്ടോ. ഇനി ഈ വിവേകോദയം ആദ്യത്തെ മാസിക വിവേകോദയമാണ്. PS ഒരു തവണ ചോദിച്ചെന്നറിയോ? പ്രീവിയസ് ക്വസ്റ്റൻ അത്. ഈ M. ഗോവിന്ദനും കുമാരനാശാനും ചേർന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മാസിക ഏത്? വിവേകോദയം എഴുതണം. പക്ഷെ ആദ്യ എഡിറ്ററായിട്ട് ഇരുന്നത് M. ഗോവിന്ദനാണ്. പിന്നീട് പത്രാധിപസ്ഥാനം കുമാരനാശാൻ ഏറ്റെടുക്കുകയും ചെയ്തു. SNDP യോഗത്തിൻ്റെ ആദ്യ പൊതുയോഗം ചേർന്ന സ്ഥലം ചോദിച്ചിട്ടുണ്ട്, അരുവിപ്പുറം. അപ്പോൾ 1903 SNDP യോഗം നിലവിൽ വരുന്നു. അതിൻ്റെ ആദ്യ പൊതുയോഗം അരുവിപ്പുറത്താണ്. ഓർത്തു വെച്ചേക്കുക, SNDP യോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സാമുദായിക സംഘടന. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ആദ്യ സാമുദായിക സംഘടന SNDP യോഗം. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് 1903 മെയ് 15 നിലയിൽ വന്ന SNDP യോഗത്തിന്റെ മുൻഗാമി വാവൂട്ട് യോഗം 1898. ശ്രീനാരായണ ഗുരു 1897 എന്ത് ചെയ്യുന്നു? 1887 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നു. അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നു. 887 അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നു. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു. അല്ലേ? 1887 നെയ്യാറിൻ്റെ തീരത്ത് അരുവിപ്പുറത്ത് ക്ഷേത്രം, 88 ശിവപ്രതിഷ്ഠ. ആ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഒരു സംഘടന ഉണ്ടാവണം. അതാണ് വാവൂട്ട് യോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന് മറ്റൊരു പേര്. അരുവിപ്പുറം ക്ഷേത്രയോഗം. അപ്പോൾ 888 ശിവപ്രതിഷ്ഠ നടത്തുന്നു. 10 കൊല്ലം കഴിഞ്ഞ് 898 ആ ശിവപ്രതിഷ്ഠ കേന്ദ്രത്തെ, ആരാധനാലയത്തെ, ആ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ പരിപാലന കമ്മിറ്റി എന്ന പേരിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം സ്ഥാപിക്കുന്നു. ആ അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് വാവൂട്ട് യോഗം എന്ന മറ്റൊരു പേര് അറിയപ്പെടുന്നത്. ഈ സംഘടനയാണ് എന്തായി മാറുന്നത്? പിന്നീട് 1903 തിരുവിതാംകൂർ മുഴുവൻ ഉള്ള തീയരുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ആദ്യം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനൊരു സംഘടന ആരംഭിക്കണം എന്നൊരു ആശയം പൽപ്പൂനുണ്ടാവുന്നു. അത് വിവേകാനന്ദനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല ഭാഗത്തും കൊച്ചു തീയരുടെ സംഘടനകളുണ്ട്. തിരുവിതാംകൂറും കൊച്ചിയിലും മലബാറും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് പൽപ്പൂന് വിവരം കിട്ടുന്നത്, എന്ത്? അരുവിപ്പുറത്ത് ഈ ഒരു കൊച്ചു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സംഘടനയെ വാവൂട്ട് യോഗം അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പ്രസ്ഥാനത്തെ എന്താക്കി മാറ്റുന്നത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDP യോഗം എന്ന പേരിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്.
അതുകൊണ്ടാണ് SNDP യോഗത്തിൻ്റെ സ്ഥാപകൻ നമ്മൾ പൽപ്പു എന്ന് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ സാമുദായിക സംഘടന SNDP യോഗം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്ന് ചോദിച്ചാൽ അത് വാവൂട്ടി യോഗമാണ്. 1898 വാവൂട്ടി യോഗം രൂപീകരിച്ചത്. വാവൂട്ടി യോഗം രൂപീകരിച്ചതിനാ അരുവിപ്പുറം ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള ഒരു പരിപാലന കമ്മിറ്റിയായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന് വിളിച്ചത്. അരുവിപ്പുറം ക്ഷേത്രയോഗം അഥവാ വാവൂട്ടി യോഗമാണ് എന്തായി മാറുന്നത്? 1903 SNDP യോഗമായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ നിങ്ങൾക്കൊരു ചോദ്യം ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ, അല്ലേ? വിവേകോദയത്തെ വിശേഷിപ്പിക്കുന്നത് എന്ത്? 2 കാര്യങ്ങൾ പറഞ്ഞു. ഈഴവ ഗസറ്റ് എന്നും ബൈബിൾ ഓഫ് തിയാസ് എന്നും പറഞ്ഞ 2 മാസികകളുണ്ട്, അല്ലേ? ഈഴവ ഗസറ്റ് വിവേകോദയമെന്നും ബൈബിൾ ഓഫ് തിയാസ് മിതവാദി എന്നും നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ട വസ്തു. നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽസ് പോകാഞ്ഞത്. ഇത്രയൊക്കെ ആണോ? അപ്പോൾ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ശ്രീനാരായണ ഗുരു. ആദ്യ വൈസ് പ്രസിഡന്റ് ആരാ? ഡോക്ടർ പൽപ്പു. 2ാമത്തെ പ്രസിഡന്റ് ആരാ? മാധവ മൈത്യ. 3ാമത്തെ പ്രസിഡന്റ് ആരാ? കയ്യിൽ പോയാ? ആദ്യ സെക്രട്ടറി ആരാ? കുമാരശൻ. ആദ്യ സെക്രട്ടറി. 2ാമത്തെ സെക്രട്ടറി ആരാ? തിരുവനന്തപുരം വക്കീലായിരുന്ന ആൾ. അയാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 പേരുടെ സംഭാഷണങ്ങൾ പരിഭാഷപ്പെടുത്തിയ ആൾ N. കുമാരൻ. ഓക്കെ. 3ാമത്തെ ആള് CV കുഞ്ഞിരാമൻ. ഓക്കെ. SNDP യോഗം പിന്തുണച്ച ജനകീയ സമരങ്ങൾ ഏതെല്ലാം? നല്ല ചോദ്യം അത്, കേട്ടോ മക്കളെ. നിവർത്തന പ്രക്ഷോഭം, ഉത്തരവാദ പ്രക്ഷോഭം, ഉത്തരവാദിത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ഉത്തരവാദിത്ത പ്രക്ഷോഭം അല്ലെങ്കിൽ ഉത്തരവാദ പ്രക്ഷോഭം, എങ്ങനെയായാലും ശരിയാ. SNDP യോഗം പിന്തുണച്ച ജനകീയ സമരങ്ങൾ. അപ്പൊ ഇതിനകത്ത് വേറെ ചില സമരങ്ങൾ വരാം. നപ്രവയലാർ സമരം വരാം, ഇലക്ട്രിസിറ്റി സമരം വരാം. ക്ലിയർ ആണേ? അപ്പോൾ ഇങ്ങനെയുള്ള സമരങ്ങൾ, രാഷ്ട്രീയ സമരം, ഇങ്ങനെയുള്ള രാഷ്ട്രീയ സമരങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. നിവർത്തന പ്രക്ഷോഭവും ഉത്തരവാദ പ്രക്ഷോഭം. ഇനി നിങ്ങളോടുള്ള ചോദ്യം, നമ്മൾ പ്രക്ഷോഭ സമരം നോക്കിയുള്ളതാണല്ലോ. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1938. ക്ലിയർ? ഇനി SNDP യോഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പിന്നീട് പ്രസിഡന്റ് പദവികൾ വഹിച്ച ശേഷം കേരള മുഖ്യമന്ത്രിയായത് R. ശങ്കർ. ഓർത്തു വെച്ചു. കേരളത്തിൻ്റെ 3ാമത്തെ മുഖ്യമന്ത്രി R. ശങ്കർ. EMS പട്ടം R. ശങ്കർ, പിന്നെ വീണ്ടും EMS. ഇതാ ഓർഡർ. ക്ലിയർ? അപ്പോൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് പദവികൾ വഹിച്ചതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായത് R. ശങ്കർ. ഇനി SNDP യോഗത്തിൻ്റെ സെക്രട്ടറി പദം വഹിച്ചതിന് ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായത് C. കേശവൻ. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രി. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി പദവി വഹിച്ചതിന് ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രി C. കേശവൻ. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയതിനു ശേഷം കേരള PSCയുടെ ചെയർമാനായത് ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ. ഒരു കാലത്ത് എന്തായിരുന്നു? SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നു VK വേലായുധൻ. 3 കാര്യങ്ങൾ. അപ്പോൾ SNDP യോഗം പിന്തുണച്ച ജനകീയ സമരങ്ങൾ നിവർത്തന പ്രക്ഷോഭവും ഉത്തരവാദ പ്രക്ഷോഭവുമാണ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ഉത്തരവാദ പ്രക്ഷോഭം നടന്ന വർഷം 1938. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രി ആയത്, കണ്ണടച്ചോ, R. ശങ്കർ. SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയതിനു ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രി C. കേശവൻ. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയതിനു ശേഷം കേരള PSC ചെയർമാൻ VK വേലായുധൻ. PSCയുടെ ആദ്യ ചെയർമാൻ. SNDP യോഗത്തിൻ്റെ ലക്ഷ്യങ്ങൾ.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ജാതീയ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുക, സമുദായത്തിലെ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുക, സമുദായ അംഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം വളർത്തുക, പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, സന്യാസ മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക. ഉണ്ടല്ലോ, നമുക്കിപ്പോൾ കാണാൻ ഇഷ്ടംപോലുണ്ട്. SNDP യോഗത്തിൽ നിന്ന് ധാരാളം സ്കൂളുകളും കോളേജുകളും മഠങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യം. അതോടൊപ്പം എന്ത് ചെയ്യുക? ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുക, ജാതീയമായ വേർതിരിവ് അവസാനിപ്പിക്കുക, സമുദായത്തിൽ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുക, സമുദായ അംഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം വളർത്തുക, പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക. ഇതൊരു ഓപ്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യത്തില്ല. SNDP യോഗത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നും പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ ഉൾപ്പെടാത്തത് നമ്മളിത് ഇൻഡ്യൂട്ട് വെക്കും. ഉൾപ്പെടാത്തത് ഇതാണെന്ന് വിചാരിക്കും. എല്ലാ പിന്നാക്ക വിഭാഗങ്ങളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കൂടി ലക്ഷ്യമായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ സ്വാഭാവികമായും നമ്മൾ അതിൻ്റേതായ ലക്ഷ്യമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് അറ്റൻഡ് ചെയ്യും. പക്ഷേ അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഓർത്ത് വച്ചേക്കുക കേട്ടോ. കയ്യിൽ നിന്ന് പോവല്ലേ? ക്ലിയറായോ? ക്ലിയർ. അപ്പോൾ SNDP യോഗവുമായി ബന്ധപ്പെട്ട ആ വസ്തുതകൾ ഓർത്തിരിക്കാമല്ലോ. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിമാരും പ്രസിഡന്റും അടക്കമുള്ള സംവിധാനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി എന്താ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരു നൽകിയ ആഹ്വാനം പ്രാവർത്തികമാക്കാൻ SNDP യോഗം പരിശ്രമിച്ചു. അപ്പോൾ SNDP യോഗത്തെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കുവാൻ ഗുരു ലക്ഷ്യമിട്ടു? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക, സ്വന്തമായ വ്യവസായങ്ങൾ ആരംഭിക്കുക, അങ്ങനെ സാമ്പത്തിക ഉന്നമനം വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? സംഘടന കൊണ്ട് ശക്തരാകണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം, സംഘടന കൊണ്ട് ശക്തരാകണം. അതാണ് ഗുരുവിൻ്റെ ആശയങ്ങൾ. അത് SNDP യോഗം വഴിയാണ് നടപ്പിലാക്കിയത്. ഒരു സാമുദായിക സംഘടന രൂപീകരിക്കാൻ ഡോക്ടർ പൽപുവിനെ ഉപദേശിച്ചത് വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ ബാംഗ്ലൂർ സന്ദർശിക്കുമ്പോൾ അല്ലേ, ആരുണ്ട് അവിടെ? മൈസൂർ ബാംഗ്ലൂർ അല്ല, മൈസൂർ സന്ദർശിക്കുമ്പോൾ പൽപു അവിടെ ഉണ്ട്. ഗവൺമെന്റിന്റെ മേഖലയിൽ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി ജോലി ചെയ്യുകയാണ് ഡോക്ടർ പൽപു. ആ സമയത്ത് അവിടെ ഉണ്ട്. അങ്ങനെയാണ് വിവേകാനന്ദൻ വന്ന് കാണുന്നത്. അങ്ങനെ വിവേകാനന്ദനോട് ഇവിടുത്തെ തീയ സമുദായക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് വിവേകാനന്ദൻ ഡോക്ടർ പൽപുവിനെ ഉപദേശിക്കുന്നത് എന്ത്? ഒരു സംഘടന ആരംഭിക്കാൻ. അങ്ങനെയാണ് ഒരു സംഘടന ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്ത ഉണ്ടാവുന്നതും. അപ്പോഴാണ് അരിയുപ്പുറം ക്ഷേത്രയോഗത്തെക്കുറിച്ച് പൽപുവിന് അറിവ് ലഭിക്കുന്നതും. അങ്ങനെ SNDP യോഗം നിലവിൽ വരുത്തുകയും ചെയ്തത്. അപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ നേടിക്കഴിഞ്ഞു SNDP യോഗത്തിൻ്റെ പ്രവർത്തന ഫലമായി? ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി SNDP യോഗം കേരളീയ സമൂഹത്തിൽ എന്തെല്ലാം നേടി? അതാണ് അവിടെ കൊടുക്കുന്നത്. താലികെട്ട് കല്യാണം, പുളികുടി അടിയന്തരങ്ങൾ, വിവാഹ സമ്പ്രദായം ലളിതമാക്കൽ തുടങ്ങിയവ ആ സമുദായത്തിൽ കുറഞ്ഞത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം യോഗം പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ SNDP യോഗം എന്തെല്ലാം ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, താലികെട്ട് കല്യാണം ഇപ്പോൾ ആ സമുദായത്തിൽ വലുതായിട്ടില്ല, പുളികുടി അടിയന്തരങ്ങൾ ചിലവ് കുറഞ്ഞു കഴിഞ്ഞു, വിവാഹ സമ്പ്രദായം ലളിതമാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടി എല്ലാ സമുദായങ്ങളിലും വിവാഹ ആഘോഷങ്ങൾ വൻതോതിൽ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇപ്പോഴും ഈ ആശയങ്ങൾ പ്രാവർത്തികമാണ്, സമകാലികമാണ് എന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം യോഗം പ്രവർത്തിച്ചതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സമുദായത്തിലും സമൂഹത്തിലും കുറഞ്ഞു വന്നിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ SNDP യോഗവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഉദ്യോഗാർത്ഥികൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് ഉറപ്പിച്ച് പഠിപ്പിച്ച് വെച്ചേക്കുക. ഓക്കെ,
അപ്പോൾ പ്രധാനപ്പെട്ട 2 സംഘടനകൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഒന്ന് സമത്വ സമാജവും ഒന്ന് SNDP യോഗവും. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടി ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും സന്ധിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു.